എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 ബിഫാം കോഴ്സുകളിലേക്കുള്ള വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് ഒക്ടോബർ 8 അവസാനിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾ കൃത്യസമയത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം പരിശോധിക്കുക. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാം. ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ബിഫാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ആ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ആ ഒരു ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ന്യൂലി അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ഹാവിങ് ചേഞ്ച് ഇൻ അലോട്ട്മെൻറ്റ് ഓൺലി ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ്. അതായത് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോളേജിൽ നിങ്ങൾ നാളെ വൈകുന്നേരത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാളെ വൈകുന്നേരത്തിനുള്ളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ്, അതായത് സീറ്റല്ല അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, അതിനുശേഷം പാസ്വേഡ് നൽകുക, ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാകും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ ഡാറ്റ ഷീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് എത്ര രൂപയാണ് അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ട് നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ജസ്റ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു നേരത്തെയുള്ള ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഡാറ്റ ഷീറ്റും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും കിട്ടും. ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഒരു രണ്ടിൻ്റെയും എക്സ്ട്രാ ഓരോ കോപ്പി വീതം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ എത്ര രൂപയാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത് ആ ഒരു പൈസയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റ ഷീറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു 4 ഫോട്ടോയും സഹിതം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ അഡ്മിഷനായിട്ട് സമയം കൂടുതൽ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴിയായിരിക്കും ബാക്കിയുള്ള ബിഫാം കോഴ്സിലേക്കുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.